30,000-ഓളം ആയുർവേദ ഡോക്ടർമാരുണ്ട്. 30,000-ഓളം ആയുർവേദ ഡോക്ടർമാര് ഇത് പഠിച്ചതാണ്. പക്ഷെ ആരും ഇത് ഉണ്ടാക്കുന്നില്ല. ഇത് ആട്ടുപാലാണോ? രണ്ടും ആട്ടുപാലാണ്. കുന്നിക്കുരുവിന്റെ അളവിൽ ഇത് കുറയ്ക്കും. ഓ, കുന്നിക്കുരുവിന്റെ അളവിൽ നമ്മൾ എരുമപ്പാൽ കുറയ്ക്കും. ഇനി ഇതിലോട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് അല്ലേ? ഒരു എണ്ണ കാച്ചാനാണ് ഇതൊന്നും ആലോചിക്കണേ. പാല് പിരിഞ്ഞോ? പാല് പിരിഞ്ഞില്ല, അതാണ് കാര്യം. ആ ചെളി പാകത്തിൽ ഒഴിക്കുമ്പോഴേ പാല് പിരിയാതിരിക്കുള്ളൂ. മുടി വളർത്താൻ വേണ്ടി ഇഷ്ടംപോലെ എണ്ണകൾ വാങ്ങിച്ചിട്ട് ആർക്ക് റിസൾട്ട് കിട്ടാത്തതിന്റെ കാരണം അതാണ്. അത് ഒറിജിനൽ അല്ല, വ്യാജനം. നമസ്കാരം, ഞാനെന്നേ പാലക്കാടാണ്. പാലക്കാട് കഞ്ചിക്കോടാണ്. ഇതാണ് ബോസ്. ബോസ് ഇവിടെ സംഭവം നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ബോസ്, നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണത്? നമ്മളൊരു മുടി വളരാൻ വേണ്ടി ഹെയർ ഓയിൽ ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വരുമോ മുടി? ഇല്ല. അതെന്താ കാര്യം? ആയുർവേദത്തില് 2 രോഗങ്ങൾക്ക് മാത്രം ചികിത്സയില്ല. അതെന്തിനൊക്കെയാ? അതൊന്ന് കഷണ്ടിയും ഒന്ന് അസൂയാണ്. എന്റേത് കഷണ്ടിയാന്ന് ഉറപ്പാണ്. കഷണ്ടി നമുക്ക് കണ്ടാൽ മനസ്സിലാകും. കഷണ്ടി പ്രായം കൊണ്ട് വരുന്നതാണ്, പാരമ്പര്യം കൊണ്ട് വരുന്നതാണ്. മുടി കൊഴിച്ചിൽ എന്ന് പറയുന്ന സംഭവം വേറെയുണ്ട്. അത് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും മുടി വളർത്താൻ കഴിയും. അതായത് കഷണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളം കൈ പോലെയാണ്. ഇവിടെ നിന്ന് മുടി വളരുമോ ഇല്ല എങ്കിൽ കഷണ്ടി നമുക്ക് വളർത്താൻ പറ്റും. ഇതാണ് അതിന്റെ കാര്യം. തീർച്ചയായിട്ടും. നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ആദ്യമായിട്ട് നമ്മൾ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. എണ്ണയ്ക്ക് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന എണ്ണ അങ്ങനെയല്ല ശാസ്ത്രീയമായ വിധി. ഇത് കേരളത്തിലെ ആയുർവേദ ഡോക്ടർമാർ 30,000 പേര് പഠിച്ച ഫോർമുലയാണ്. നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള ഫോർമുല ഇത് തന്നെയുള്ളൂ. നീലഭൃംഗ ആദി തൈലം എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളിപ്പോൾ 2 ലിറ്ററാണ് തൈലം ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ലിറ്ററിന് വേണ്ടി നമുക്ക് 720 ഗ്രാം നീല അമരി ഇല തന്നെ ആവശ്യമുണ്ട്. ഇത് ഇല മാത്രമാണ്, കമ്പായിട്ട് നമുക്ക് കിട്ടുക. അത് നമ്മൾ വെട്ടിയെല്ലാം ക്ലീൻ ആക്കി എടുത്തു വരുമ്പോഴേക്കും നമുക്ക് വളരെ കുറച്ച് അളവ് കിട്ടുള്ളൂ. 2 ലിറ്റർ എണ്ണ കാച്ചാൻ വേണ്ടി നമുക്ക് 720 ഗ്രാം നീല അമരി ആവശ്യമുണ്ട്. ഇത്രയും അളവ് ഇതിനകത്ത് എടുക്കണം. അളവ് ഒരിക്കലും തെറ്റാൻ പാടില്ല. തെറ്റിക്കഴിഞ്ഞാൽ ഈ മരുന്നിന്റെ കൂട്ട് മാറി, പ്രൊഡക്ഷൻ മാറി, സാധനം മാറി. ഈ നീലാമരി ഇട്ട് കഴിഞ്ഞാൽ അടുത്ത എന്താ പരിപാടി? നീലാമരിയുടെ കൂടെ 3 സാധനം കൂടെ ചേർക്കണം. ഒന്ന് കയ്യൂന്യം എന്ന് പറയും. കയ്യൂന്യം എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് 720 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൊത്തി നുറുക്കിയതാണ്, പെട്ടെന്ന് വേവാൻ വേണ്ടി. ഇതാണ് നമ്മൾ ഇരിക്കുന്ന കയ്യൂന്നി. കണ്ട, ഈ കയ്യൂന്നി വെട്ടി നുറുക്കി ക്ലീൻ ചെയ്ത് എടുത്താണിത്. ഇതാണ് നമ്മൾ ഇതിലോട്ട് രണ്ടാമത് ഇടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 2 ലിറ്റർ തൈലം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്രയും മരുന്ന് ഉപയോഗിക്കുന്നത്. 2 ലിറ്റർ തൈലത്തിന് വേണ്ടിയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. നീലാമ്പരി കയറി, കയ്യൂന്നി കയറി. ഇതാണ് ഒഴിഞ്ഞ. ഈ സാധനമാണ് ഒഴിഞ്ഞണ്ട. അത് ഇവിടെ ഫുള്ള് വെച്ചിരിക്കാൻ ഒഴിഞ്ഞ. ഈ ഒഴിഞ്ഞയാണ് ക്ലീൻ ചെയ്തതാണ് മൂന്നാമത്തെ ഇതിനകത്തോട്ട് കയറുന്നത്. അതും 720 ഗ്രാമാണ് എടുക്കുന്നത്. എല്ലാം 720 ഗ്രാമാണ്. അതെ, അളവ് തെറ്റാൻ പാടില്ല. നമ്മൾ ഒഴിഞ്ഞയും 720 ഗ്രാം ചെയ്തു. ഇത് എല്ലാം എങ്ങോട്ടാണ് ഇടുന്നത്? തിളപ്പിച്ച വെള്ളത്തിലേക്കാണ് ആദ്യം ഇടുന്നത്. അല്ല, നമ്മൾ ഇതുവരെയും എണ്ണ ചെയ്തതിൻ്റെ അകത്ത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ആദ്യമായിട്ടാണ് എണ്ണ ചെയ്യുന്നത്. മരുന്നിന്റെ അളവ് അനുസരിച്ചിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇത് ശാസ്ത്രീയമായ ഫോർമുലയാണ്, ആർക്ക് വേണേലും ഉണ്ടാക്കാം. ഇത് 3 ഐറ്റം സാധനങ്ങൾ നമ്മൾ 720 ഗ്രാം വെച്ചിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ ഘട്ടം. അടുത്ത എന്താ ഇതിനകത്ത് കയറുന്നത്? 4ാമത് പച്ചനെല്ലിക്ക 720 ഗ്രാം. പച്ചനെല്ലിക്ക 720 ഗ്രാം. അതെ, പച്ചനെല്ലിക്കയാണ്. ഇത് നമ്മൾ 720 ഗ്രാം ആണ് ഇടുന്നത്. പച്ചനെല്ലിക്ക 720. ഇത് നമ്മൾ കുരു നീക്കി അരച്ച് ചേർക്കണം. ഇത് അരച്ചാണ് ചേർക്കുന്നത്. നമ്മളിത് മുഴുത്തോടെ അരയ്ക്കാൻ പോയി അതിൻ്റെ അകത്ത് കായുണ്ട്, മിക്സി കേടായി പോവും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തത്, ഇത് അരച്ചിട്ട് അതിൻ്റെ അകത്ത് ചേർക്കും. അടുത്ത എന്താ വരുന്നത്? അടുത്തത് ഇത് കുന്നിക്കുരു. കുന്നിക്കുരു ഉപയോഗിക്കുന്നുണ്ട്. കുന്നിക്കുരു. ഈ കുന്നിക്കുരു എത്ര ഉപയോഗിക്കുന്നത്? കുന്നിക്കുരു 1 ലിറ്ററിന് 40 ഗ്രാം. നമ്മൾ 2 ലിറ്റർ ആയതുകൊണ്ട് 80 ഗ്രാം എടുക്കും. 80 ഗ്രാം അല്ലേ? 80 ഗ്രാം കുന്നിക്കുരു അല്ലേ? 80 ഗ്രാം കുന്നിക്കുരു എടുത്ത്. ഇനി അടുത്ത എന്താ വരുന്നത്? ഇനി അഞ്ജനക്കല്ല്. അഞ്ജനക്കല്ല് അല്ലേ? ഇതെന്താ അഞ്ജനക്കല്ല്? ഇതെന്തിനാ ഉപയോഗിക്കുന്നത് അഞ്ജനക്കല്ല്? ഇത് ഈ കൂട്ടിനകത്ത് 40 ഗ്രാം 1 ലിറ്ററിന് ഇടണം. നമ്മൾ 2 ലിറ്ററിന് 80 ഗ്രാം ഇടണം. എന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് ഇതിന്റെ കൂട്ടാണ്. കൃത്യമായിട്ട് ആ ഫോർമുലയിലെ മുടി വളരുള്ളൂ. അതെ, മുടി വളരുന്ന സാധനമാണ് അഞ്ജനക്കല്ല്. ഇതുകൊണ്ട് തന്നെ മുടി വളരില്ല, പക്ഷെ ഈ കൂട്ടിന്റെ അത് നിർബന്ധം. നമ്മളിപ്പോ സാമ്പാറിനകത്ത് പല സാധനങ്ങൾ ഇടുന്ന പോലെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ അഞ്ജനക്കല്ല്. ഇത് പൊടിച്ച് 80 ഗ്രാം ഓൾറെഡി പൊടിച്ചു വെച്ചിട്ടുണ്ട്. വെയിറ്റ് ഉള്ള സാധനമാണത്. ഇതുപോലെ ഇതാണ്. ഇതുപോലത്തെ അഞ്ജനക്കല്ല് നമ്മൾ 80 ഗ്രാം പൊടിച്ച് തൂക്കി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തൂക്കേണ്ട കാര്യമില്ല. അപ്പൊ അഞ്ജനക്കല്ലായി. അതുപോലെ ഇരട്ടി മധുരം. ഇത് ഇരട്ടി മധുരം. നോക്കിയേ, ഇരട്ടി മധുരം. നമ്മൾ ഇതൊക്കെ ഇതൊന്നും നമ്മൾ ഇത്രയും കാലത്തിനിടയിൽ നമ്മൾ എണ്ണ ചെയ്തിട്ട് നമ്മൾ കാണാത്ത സംഭവങ്ങളാണ് ഇതെല്ലാം. ഇത് ഇരട്ടി മധുരമാണ്. ഇരട്ടി മധുരം ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഇരട്ടി മധുരം 80 ഗ്രാം ആണ് അല്ലേ? അതെ, നമുക്ക് കഴിക്കാം. നല്ല സാധനമാണ്.
ഇനി എന്താ വരുന്നത്? ഇത്രേ ആവശ്യമുള്ളൂ. ഇനി പിന്നെ പാലുകളാണ് ആവശ്യം. മരുന്നുകൾ ഇത്രേ ആവശ്യമുള്ളൂ. മരുന്ന് ഇത്രേ ഉള്ളൂ. അതായത് ഏകദേശം 6-7 തരം മരുന്നുകളാണ് നമ്മൾ എല്ലാ മരുന്നിന്റെ അളവ് ഉൾപ്പെടെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ധൈര്യമുള്ളവർ ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ പേടിയൊന്നും ഇല്ല നമ്മൾ പറഞ്ഞു, ആരും വേണം ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞത്. ഇത് കുന്നിക്കുരു അരച്ചെടുത്തത്. ഓ, നമ്മൾ നേരത്തെ നമ്മൾ കുഞ്ഞിക്കുരു നമ്മൾ കണ്ടായിരുന്നു. 80 ഗ്രാം കുഞ്ഞിക്കുരു ആണ് അത് അരച്ചെടുത്തത്. കാരണം നമുക്ക് ഇങ്ങനെ അരയ്ക്കാനും പിടിക്കാനൊക്കെ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് ഇത് എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുന്നിക്കുരു അരച്ചതാണ്. അപ്പൊ ഏകദേശം നമ്മുടെ ഇതിനകത്ത് രണ്ടാമത്തെ കയറുണ്ട് അല്ലേ? രണ്ടാമത് നമ്മൾ എണ്ണയിലോട്ട് കയറേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ഇത് ഓരോന്ന് പറയുന്നത് ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അരച്ചെടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ട ആ മൂന്ന് സാധനം വേവിച്ചെടുത്താണ്. അതിപ്പോ അരച്ച് നമ്മൾ പേസ്റ്റ് രൂപത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെ നമ്മൾ നേരത്തെ കണ്ട 3 എണ്ണം അരച്ചു. അതിന്റെ കൂടുതൽ നെല്ലിക്ക നമ്മൾ അരച്ചിട്ടുണ്ടല്ലേ? ഇപ്പൊ 4 ഐറ്റംസ് അരച്ചാണ്. അത് നമ്മൾ നമ്മുടെ കഷായത്തിലേക്ക് ആദ്യം ഇട്ട കഷായത്തിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. ഇത് 2 ലിറ്റർ എണ്ണയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. 2 ലിറ്റർ എണ്ണ ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാടായി കാണുന്നത്. ഇത്രയും സാധനങ്ങൾ ഇതിന്റെ അകത്ത് നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. അപ്പൊ ഈ ആക്ച്വലി എണ്ണ ഉണ്ടാക്കിയിട്ട് എത്ര ദിവസം എടുക്കും? 3 ദിവസം. 3 ദിവസത്തെ പ്രോസസ്സിംഗ് ആണ്. ഈ 2 ലിറ്റർ എണ്ണ ഉണ്ടാക്കാൻ 3 ദിവസത്തെ കഷ്ടപ്പാടാണ്. ഇത് രണ്ടാം വട്ടം വെള്ളം ഒഴിക്കുകയാണ്. ഇത് എന്തിനാ ഒഴിക്കണമെന്ന് ചോദിച്ചാൽ ഇത്രയും വെള്ളം വറ്റി തീരുമ്പോഴാണ് ഈ മരുന്നിൻ്റെ ഗുണങ്ങൾ മുഴുവൻ ആ വെള്ളത്തിലേക്ക് ലയിക്കുക. ഇത് കഷായമായി കഴിയുമ്പോഴാണ് നമ്മൾ വീണ്ടും അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത്. കഷായം ആകണം. അതെ, നമ്മൾ 10 ലിറ്റർ തൈലം ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഹെയർ ഓയിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ 80 ലിറ്റർ വെള്ളം വറ്റിച്ചെടുക്കണം. 80 ലിറ്റർ വെള്ളം വറ്റിച്ചെടുക്കണം, എന്നാലേ ഈ കഷായമായി മാറുള്ളൂ അല്ലേ? പകുതിയായി. അപ്പൊ അതെ നമ്മുടെ കഷായം ഏകദേശം പകുതി രൂപത്തിലേക്ക് എത്തി അല്ലേ? പകുതിയോളം വറ്റി നമ്മൾ ഏകദേശം പകുതി രൂപത്തിലേക്ക് എത്തി. ഇതിന്റെ അകത്ത് നമ്മൾ ഇപ്പൊ ആഡ് ചെയ്യുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ അരച്ചു വെച്ച കുന്നിക്കുരുവും പൊടിച്ചു വെച്ച ഇറച്ചിയും ഒരു അഞ്ചിനക്കെല്ലാം ചേർക്കുകയാണ്. ഇത് കുന്നിക്കുരുവാണ്. അതെ, കുന്നിക്കുരു അരച്ചതാണ്. തിളച്ചിളക്കിയ കുന്നിക്കുരു അരച്ച നമ്മൾ ആഡ് ചെയ്തു. നമ്മൾ ഈ വെറൈറ്റി ഈ സാധനത്തിന്റെ വ്യത്യസ്തത കണ്ടിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാനും വന്നത് കേട്ടോ. ഈ പാലക്കാട് വരെ വന്നു. നമ്മൾ പാലക്കാട് കഞ്ചിക്കോടാണ് ഈ സ്ഥലം. അടുത്ത് നമ്മൾ ഇരട്ടി മധുരവും പിന്നെ ഏതായിരുന്നു? അഞ്ചനക്കല്ലും. അത് 2 പൊടിച്ചതാണ്. ഇരട്ടി മധുരം, അഞ്ചനക്കല്ലും. അതാണ് ഞാൻ അടുത്ത് ആഡ് ചെയ്യുന്നത്. യെസ്, നമ്മുടെ 2 ഐറ്റം കൂടി കയറി. ഇനി പറ്റിക്കോ ഇവിടെ കിടന്നുണ്ട്? ഇത് പറ്റി കുറെ കൂടെ തീർന്നു കഴിയുമ്പോൾ നമ്മൾ അത് പാല് ചേർക്കും. എണ്ണ ചേർത്ത ശേഷം പാല് ചേർക്കും. ഇതിന്റെ പകുതിയാണ് ഇനി പറ്റുന്നത്. ഇനി എന്താ പറ്റുന്നത്? ഇത് കുറച്ചും കൂടെ പറ്റാനുണ്ട്. ഓക്കെ, പറ്റിയ ശേഷം നമ്മൾ എണ്ണ ചേർക്കും. എണ്ണ ചേർക്കും. എള്ളെണ്ണ ചേർക്കും. ഓക്കെ, നമ്മൾ സ്വന്തം എള്ള ആട്ടി നമ്മുടെ മുമ്പിൽ വെച്ച് ആട്ടിക്കൊണ്ട് വന്നാണ്. കടയിൽ നിന്ന് മേടിക്കുന്നത് വിശ്വസനീയമല്ല. അതുകൊണ്ട് നമ്മൾ ഇതൊരു 600 രൂപയായി ഞാൻ ആട്ടിയെടുത്തപ്പോഴേ. 1 ലിറ്ററിന് 600 രൂപയായി. ആ എള്ളെണ്ണയാണ് നമ്മൾ ഇത് ഒഴിക്കുന്നതിന്റെ അകത്ത്. തെറിക്കരുത്. നമ്മൾ ആലോചിക്കണം, ഏകദേശം 8 ലിറ്റർ 7.6 ശില്വാനം ലിറ്റർ വെള്ളമാണ് ആദ്യം നമ്മൾ ഒഴിച്ചത്. ആ വെള്ളം പറ്റിച്ച് നമ്മൾ ഏകദേശം പകുതിക്ക് എത്തിയപ്പോഴാണ് നമ്മൾ കുന്നിക്കുരുവും ഒക്കെ നമ്മൾ ആഡ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇപ്പൊ അത് പിന്നെയും പറ്റി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അടുത്ത് നമ്മൾ 2 ലിറ്റർ എള്ളെണ്ണ ഒഴിച്ചു. ആലോചിക്കണേ, 2 ലിറ്റർ എണ്ണയാണ് അവസാനം കിട്ടുന്നത്. അതിലോട്ടാണ് ഇത്രയും സാധനങ്ങൾ ആഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അടുത്ത സ്റ്റേജ്, അതായത് പാല് ആഡ് ചെയ്യാനുള്ള സമയമായി. അതെങ്ങനെ നമ്മൾ തിരിച്ചറിയുന്ന പാല് ആഡ് ചെയ്യാനുള്ള സമയം എന്നുള്ളത്? ചെളിപ്പാകം എന്ന് പറയും അല്ലേ? ഓക്കെ, നമ്മൾ കൊടുത്ത മരുന്നും വെള്ളവും എല്ലാം വറ്റി അല്ലേ? ചെളിപ്പാകമായി. അപ്പൊ നമ്മൾ ഇനി പാല് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് ആട്ടുംപാലാണ്. ആട്ടുംപാലിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരട്ടി മധുരം എത്ര ചേർത്തിട്ടുണ്ടോ അത്ര അളവിന്റെ അത് കുറയ്ക്കും. അതായത് ഇതിന്റെ ശരിക്കുള്ള ഫോർമുല അനുസരിച്ചിട്ട് 80 ഗ്രാം നമ്മളിത് കുറയ്ക്കും. അപ്പൊ നമ്മൾ ആട്ടുംപാൽ ആഡ് ചെയ്യാണ്. ഇത് ആട്ടുംപാലാണോ? 2 ആട്ടുംപാലാണ്. 2 ലിറ്ററിന് 80 മില്ലി കുറവുണ്ടാവും. ആ പാല് ചേർക്കുമ്പോ പച്ച നിറത്തിലോട്ട് പറയാണല്ലേ മൊത്തം ഇത്. ഇതാണതേ 2 ലിറ്ററിൽ 80 മില്ലി കുറച്ചു. ഇതെന്നെ ഇപ്പോൾ ഇത് ബാലൻസ്. ഇത് 750 മില്ലിയാണ് ഇത് കുപ്പി. ഓക്കെ, യെസ്, നമ്മൾ ആട്ടുംപാല് ആഡ് ചെയ്തു. ഇനി ഇത് ഏതെണ്ണയാ? സോറി, ഇത് ഏത് പാലാണ്? ഇത് എരുമപ്പാല്. ആട്ടുംപാല് നമ്മൾ ചേർത്തു. ഇതെല്ലാം ഒരുമിച്ച് ചേർക്കുന്നല്ലേ? ഇത് കുന്നിക്കുരു എന്ന് ചേർത്തപ്പോ അതിന് പകരമായിട്ട് കുന്നിക്കുരുവിന്റെ അളവിൽ ഇത് കുറയ്ക്കും. ഓ, കുന്നിക്കുരുവിന്റെ അളവിൽ നമ്മൾ എരുമപ്പാല് കുറയ്ക്കും. അതായത് ഇതും 1 ലിറ്ററിന് 2 ലിറ്ററിന് 80 മില്ലി അല്ല 80 ഗ്രാം കുറവുണ്ടാവും. അത് കുന്നിക്കുരുവിന്റെ 80 ഗ്രാം ഇവിടെ കുറച്ചു അല്ലേ? അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പാല് ചേർത്തു. ഇപ്പൊ ആട്ടിൻപാല് ചേർന്നു, എരുമപ്പാല് ചേർന്നു. ഇനി വരുന്നത് പശുവും പാല്. മൂന്നാമത്തെ സാധനം പശുവും പാല് വന്നു.
നമ്മൾ അഞ്ജനക്കല്ലിന്റെ 40 മില്ലി അതാണ് ഇവിടെ കുറഞ്ഞേക്കുന്നത്. 40 മില്ലി നോക്കിയേ, 40 മില്ലി രണ്ടിലും കുറഞ്ഞിട്ടുണ്ട്. അത് അഞ്ജനക്കല്ല് 80 ഗ്രാം എടുത്ത് അതിന്റെ 40 മില്ലിയാണ് ഇവിടെ കുറച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ പാലാണ് ചേർത്തിരിക്കുന്നത്. ഒരു എണ്ണ കാച്ചാനാണ് ഇതൊന്നും ആലോചിക്കണേ. ഇപ്പോഴാണ് നിങ്ങൾ ഒറിജിനൽ സാധനം കണ്ടിരിക്കണേ. ഇതുവരെ എല്ലാം വ്യാജനായിരുന്നു. ഈ നാലാമത് ലാസ്റ്റ് ആണ് തേങ്ങാപ്പാൽ ചേർക്കുന്നത് അല്ലേ? ആ തേങ്ങാപ്പാൽ എപ്പോഴാണ് ചേർക്കുന്നത്? തേങ്ങാപ്പാൽ അവസാനം ചേർക്കാൻ പാടുള്ളൂ. അവസാനമേ ചേർക്കാൻ പാടുള്ളൂ അല്ലേ? ലാസ്റ്റ്, അതായത് ഇതും പറ്റി നമ്മൾ കുറെ പറ്റി കഴിയുമ്പോൾ വീണ്ടും തേങ്ങാപ്പാൽ ചേർക്കും അല്ലേ? ഇത് നമ്മൾ ആദ്യം ചേർത്ത് പാലിനകത്ത് ചേർത്താൽ നെല്ലിക്ക ഉള്ളതുകൊണ്ട് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ചെളി പാകത്തിലെത്തിക്കുന്നത്. അതുകൊണ്ട് അറിയാൻ വയ്യാത്തവർ ഇതൊക്കെ എണ്ണ കാച്ചി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാം പിരിഞ്ഞു പറക്കി നാശമായി പോകും. പാല് പിരിഞ്ഞോ? പാല് പിരിഞ്ഞില്ല. അതാണ് കാര്യം. ആ ചെളി പാകത്തിൽ ഒഴിക്കുമ്പോഴേ പാല് പിരിയാതിരിക്കുള്ളൂ. നെല്ലിക്ക ഉള്ളതുകൊണ്ട് പിരിയേണ്ടതാണ്. ചെളിപ്പ് രസമുണ്ട്, പിരിയും. പക്ഷെ പിരിയാതിരിക്കണ അതിന്റെ കറക്റ്റ് പാകത്തിന് ഒഴിക്കണം. പാല് പകുതി പറ്റിയിട്ടുണ്ട്. പാല് പകുതി പറ്റിയല്ലേ? ലെയർ കണ്ടോ? ഇത്രയും പറ്റിയല്ലേ? പകുതി പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. നമ്മൾ ആദ്യം ഒഴിച്ച പാല് പകുതി വറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ നോക്കിയേ. ഇത് കണ്ട, ഇതിന്റെ ഇത്രയും സാധനം പറ്റി, ഈ പാടം കിടക്കണ്ട, ഇത്രയും സാധനം പറ്റി. ഇനി ഇതിലോട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് അല്ലേ? ഈ തൈലത്തിന്റെ പേര് നീലബൃങ്കാതി തൈലം എന്ന് പറയും. ആ തൈലമാണ് ഇപ്പം നമ്മൾ ഉണ്ടായി കഴിഞ്ഞെന്നല്ല പറഞ്ഞത്, നമ്മൾ അവസാനത്തെ കൂട്ട്, അതായത് അവസാനം ചേർക്കുന്ന തേങ്ങാപ്പാലാണ്. ആ തേങ്ങാപ്പാലും ചേർന്നു. ഇപ്പൊ ഇത് ഏകദേശം എത്ര ലിറ്റർ ഉണ്ടാവും? അങ്ങനെ നമ്മുടെ 6 ലിറ്റർ ഉണ്ടാവും. ഈ എല്ലാ ഐറ്റംസും പറ്റി ഈ അവസ്ഥയിലെത്തുമ്പോൾ 6 ലിറ്റർ ആയി. ഈ 6 ലിറ്റർ ഇനി കിടന്നിട്ട് 2 ലിറ്റർ ആവും. അത് ഏകദേശം 3 ദിവസത്തെ പ്രോസസ്സിംഗ് ആണ് ഇപ്പൊ നമ്മൾ ഈ കാണിച്ചത്. അപ്പൊ നമ്മുടെ എണ്ണ ഏകദേശം ഫുൾ റെഡിയായ എണ്ണ നമ്മൾ ഏകദേശം കുറെ സമയം കൊണ്ട് ആ സാധനം പ്രോസസ്സ് ചെയ്ത് ഏകദേശം 2 ലിറ്ററോളം നമുക്ക് എത്തിക്കുകയാണ്. ഈ സാധനം ഇനി ഊറ്റിയെടുക്കുകയാണ് അല്ലേ? ഇനി അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ പാക്കിൽ വന്നിരിക്കുന്ന ഈ എണ്ണയാവും. ഇതിന്റെ പേര് ഹെയർ ബോസ് എന്നാണ് ഇതിന്റെ പേര്. ഇതാണ് നമ്മുടെ എണ്ണ, ഹെയർ ബോസ്. ഈ എണ്ണയാണ് ഈ പറയുന്ന ഇതിൽ ഉള്ളിൽ കിടന്ന് ഇപ്പൊ റെഡിയാ വന്നിരിക്കുന്നത്. ഇപ്പൊ ഹെയർ ബോസിന്റെ എണ്ണ നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പ്രയോജനം കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ അവസ്ഥ വരത്തില്ല അല്ലേ? 100% അങ്ങനെ ഉണ്ടാവുന്നതാണ്. സപ്പോസ് എന്തെങ്കിലും രോഗപ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് മുടി വന്നില്ല എങ്കിൽ നിങ്ങൾ വരേണ്ടത് ഇവിടെയാണ് നമ്മുടെ സർവീസ്. നിങ്ങൾക്ക് ഫ്രീ സർവീസ് ആയിട്ട്. അപ്പൊ ഈ എണ്ണ വേണ്ടവര് താഴത്ത് കാണുന്ന ബോസിന്റെ നമ്പർ, ആ ബോസിന്റെ നമ്പർ വിളിക്കുക. നിങ്ങൾക്ക് ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും ഈ സാധനം എത്തിച്ചു തരും. അപ്പൊ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.